മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. പാവശാസ്ത്രം എന്ന ടാസ്കിന്റെ രണ്ടാമത്തെ റൗണ്ടും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഫിസിക്കലായി കളിക്കരുത്, ഫെയർ ആയിട്ട് കളിക്കണമെന്ന് എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ടാസ്ക് തുടങ്ങുമ്പോൾ എല്ലാവരും ഫിസിക്കലായിരിക്കും. അനുമോള് ലൈവിൽ അലറി കരയുകയാണ്. അനുമോളുടെ പാവ, എനിക്ക് തോന്നുന്നു 3ഓ 2ഓ പാവ ആരിനും നെവീനും എടുത്തുകൊണ്ട് പോയെന്നും പറഞ്ഞാണ് അനുമോള് അലറി കരയുന്നത്. നിങ്ങളെല്ലാം എല്ലാം എടുത്തോണ്ട് പൊക്കോ, ഞാൻ ഇനി കളിക്കുന്നില്ല, എല്ലാം എടുത്തോണ്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അലറി കരയുകയാണ്. അനുമോളുടെ ആ കരച്ചിൽ കണ്ടിട്ട് ആദിലയും നൂറയും പറയുന്നുണ്ട്, കരയരുത്, ഞങ്ങളുടെ പാവ തരാം, നീ കരയരുതെന്നൊക്കെ. സ്വന്തം പാവ സ്വയം സൂക്ഷിക്കണം, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആരിനും നെവീനും ചെയ്തത് തെറ്റാണ്, ആ പാവ തിരിച്ചു തരൂ എന്ന് പോയി ചോദിക്കാനും പറ്റില്ല. അവരെടുത്തത് അവരുടെ സാധനമാണ്. നെവീൻ പറയുന്നുണ്ട്, ഇൻറ്റൻഷലി അനുമോളെ എൻ്റെ കയ്യിൽ മാന്തി, ദേ ഇത് നോക്ക്, പക്ഷേ എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ അവളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചതൊന്നുമല്ല, അവളുടെ കാലിൻ്റെ അവിടെ കിടന്നത് ഞാൻ എടുത്തു, അത് അവളുടെ പാവയാണെന്ന് അവള് പറയുന്നു, പക്ഷേ എനിക്ക് നിലത്ത് കിടന്ന് കിട്ടിയതാണ്. അനുമോള് പറയുന്നത് അനുമോളുടെ പാൻറ് ലൂസാണ്, ഞാൻ ഷർട്ടിൻ്റെ അകത്തിട്ട പാവ താഴെ കൂടെ പോയതാണ്, അതാണ് അവൻ എടുത്തോണ്ട് പോയത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ? ഇങ്ങനെയാണ് ഒരു ഗെയിം കളിക്കേണ്ടത്, ഞാനിനി ഈ ഗെയിം കളിക്കാനില്ല, എല്ലാവരും എല്ലാം എടുത്തോണ്ട് പൊക്കോ എന്നൊക്കെ പറയുന്നു. പാവ കിട്ടാത്തവർക്ക് ഞാൻ പാവ തരാമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും എണ്ണിപ്പെറുക്കി അലറി കരയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആരിനും നെവീനും ചെയ്തത് തെറ്റ് തന്നെയാണ്. നെവീൻ അത് വ്യക്തമായി അറിയായിരുന്നു അനുമോളുടെ പാവയാണ്, അല്ലാതെ നിലത്ത് വീണതല്ല എന്ന്. എന്നിട്ടും നെവീൻ അത് എടുത്തുകൊണ്ട് പോയി. പിന്നെ പാവയെ സൂക്ഷിക്കേണ്ട കടമ അനുമോൾക്കായിരുന്നു. അനുമോളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റ് വന്നു. എന്തായാലും പാവശാസ്ത്രം എന്ന ഇന്നത്തെ ടാസ്കിന്റെ രണ്ടാമത്തെ റൗണ്ടും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.